ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സുധീഷിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഗുണ്ടകൾക്ക് കൊടുത്തിട്ട് അരുണും രാജീവും അവിടുന്ന് പോവുകയാണ്. ശേഷം സുധീഷിനെ അന്വേഷിച്ച് സുഭാഷും ഹരീഷും കൂടി ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ് ബൈക്കിൽ. ആ സമയത്ത് തന്നെയാണ് സുധീഷിനെ കൊല്ലാനായിട്ട് മറ്റൊരു വണ്ടിയിൽ കൊണ്ടുവരുന്നത്. അവിടെ രണ്ടുപേരുടെയും വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അവസാനം വണ്ടിയിൽ സുധീഷ് ഉണ്ടെന്ന് നികേഷ് മനസ്സിലാക്കുന്നു. അങ്ങനെ സുധീഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വണ്ടി ഹരീഷ് ഫോളോ ചെയ്യുകയാണ്. അവിടെ വെച്ച് ഗുണ്ടകളും ഹരീഷും സുഭാഷും ആയിട്ട് രണ്ട് കൂട്ടരും തമ്മിൽ അവിടെ വെച്ച് ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷിനെ രക്ഷപ്പെടുത്തി അതിലൊരു ഗുണ്ടയും പിടിച്ചുകൊണ്ട് നേരെ നിധിയുടെ വീട്ടിലോട്ടാണ് വരുന്നത്. നിധിയുടെ വീട്ടിൽ രാവിലെ സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ സുധീഷ് പത്രം വായിക്കുകയാണ്. ആ സമയത്ത് ഹേമ സിറ്റൗട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരാൾ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സുധീഷാണ് പത്രം താഴ്ത്തി നോക്കുന്നത്. സുധീഷിനെ കാണുന്നത് പെട്ടെന്ന് എന്തോ കണ്ട് ഭയന്ന കണക്ക് ഓടി ഹേമ അകത്തോട്ട് വരും. രാജീവിൻ്റെ അടുത്ത് പറയും, രാജീവേട്ടാ പെട്ടെന്ന് സിറ്റൗട്ടിലോട്ട് വരാൻ പറയും. എന്താ ഹേമയെ കാര്യം? ചേട്ടനിങ്ങോട്ട് വരാൻ പറഞ്ഞ് നോക്കുമ്പോൾ എന്തുവാ അവിടെ കാണുന്നത് സുധീഷിനെയാണ്. സുധീഷിനെ കാണുന്നതും പെട്ടെന്ന് രാജീവിനൊന്ന് ഞെട്ടുകയാണ്. ഇവനെ എങ്ങനെ രക്ഷപ്പെട്ടു, ഇവനെ ആര് രക്ഷപ്പെടുത്തി എന്നുള്ള 100 ചോദ്യങ്ങളാണ് രാജീവിൻ്റെ മനസ്സിൽ. അപ്പോഴത്തേക്ക് അരുണും ഹേമയും നിധിയും സാന്ദ്രയും എല്ലാം ഹോളിലോട്ട് വരികയാണ്. ഉടനെ സുധീഷിനെ കാണുന്നതും നിധി ഓടി വന്നിട്ട് ചോദിക്കും, സുധീഷ് എവിടെ ആയിരുന്നു? ഇന്നലെ ഒരു ദിവസം ഞങ്ങൾ എന്തെല്ലാം ടെൻഷൻ അടിച്ചെന്നറിയാം. സുധീഷിനെ എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, ഫോണിൽ വിളിച്ച് കിട്ടിയില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ സുഭാഷ് ചേട്ടനെയൊക്കെ വിളിച്ചു, സുധീഷ് അങ്ങോട്ടങ്ങനെ വന്നിട്ടുണ്ടോ എന്നറിയാൻ. സുധീഷ് എവിടെ പോകുന്നു സുധീഷ് എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഒരുപാട് ചോദ്യങ്ങളങ്ങ് ചോദിക്കുമായിരുന്നു. ഉടനെ രാജീവൻ പറയും, എന്തായാലും അവനൊരു അപകടവും കൂടെ തിരിച്ചു വന്നില്ലേ മോളെ എന്ന് പറയും. കണ്ടില്ലേ അച്ഛാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധീഷ് പണവും സ്വർണ്ണവും എടുത്ത് മുങ്ങി കാണത്തില്ലെന്ന്. സുധീഷിന് എന്തോ അപകടം പറ്റിയത്, അല്ലാതെ സുധീഷ് ഒരിക്കലും മോഷ്ടിക്കത്തില്ല. ഇവരെല്ലാവരും പറഞ്ഞു സുധീഷ് പണവും സ്വർണ്ണവും എടുത്തുകൊണ്ട് പോയത്. ഞാൻ അപ്പോഴും പറഞ്ഞത് സുധീഷ് അങ്ങനൊന്നും ചെയ്യത്തില്ല. സുധീഷിന് എന്താ സുധീഷെ പറ്റിയെന്ന് പറയും. അപ്പോഴത്തേക്കാണ് അരുൺ ഇങ്ങോട്ട് വരുന്നത്. സത്യം പറയടാ, എവിടെയാണ് ആ ബാഗും പണവും നീ കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് ചോദിക്കും. അരുണായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ അല്ലാതെ ഇവൻ എവിടെയാണ് കൊണ്ടു ചെന്ന് ആ പണവും ബാഗും എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ പിന്നെയും വന്നേക്കുവാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രാജീവന് നല്ല ടെൻഷനാവും. രാജീവൻ എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. അരുണ് പിന്നെയും ദേഷ്യപ്പെട്ട് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് രാജീവന് നല്ല ദേഷ്യമുണ്ട്. എന്തായാലും നഷ്ടപ്പെട്ടു, ഇനി പ്രശ്നങ്ങൾക്കൊന്നും പോകേണ്ടുന്ന രീതിയിലാണ് രാജീവ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അരുണ് എവിടെയുള്ള ബാഗെന്ന് ചോദിച്ചുകൊണ്ട് വലിയ ഷോ ഓഫ് കാണിക്കുകയാണ്. അരുണേട്ടാ വിട്ടേ, സുധീഷിനെ വിടാൻ പറയും. എന്താ സുധീഷ സംഭവിച്ചതെന്ന് പറയും. അത് ഞാൻ ഇവിടുന്ന് നിധിയുടെ അച്ഛൻ തന്ന പൈസയായിട്ട് ഞാൻ ചെട്ടിയാർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. റോഡ് സൈഡിൽ ഒരു ബൈക്ക് കിടക്കുന്ന കണ്ട് ആക്സിഡൻ്റ് ആണെന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് എൻ്റെ വണ്ടിയിൽ കുറച്ച് ഗുണ്ടകൾ ഓടി കയറി വന്നിട്ട് ബാഗടങ്ങിയ ഗോൾഡും ബാഗും എല്ലാം എടുത്തുകൊണ്ട് അവരുടെ വണ്ടിക്കകത്തോട്ട് കൊണ്ടുപോയി. എന്നെയും പിടിച്ച് കെട്ടി ഒരു ഒടിഞ്ഞ ഗോഡൗണിൽ കൊണ്ട് ബന്ധനസ്ഥനാക്കി ഇട്ടതെന്ന് പറയും. ഉടനേക്കും സുധീഷൻ തട്ടിക്കൊണ്ട് പോയിരുന്നു. അതെ, ഞാൻ ആദ്യം കരുതിയത് പണവും സ്വർണ്ണം അപഹരിക്കാൻ വേണ്ടിയാണെന്നാണ്. പക്ഷേ അവർ എന്നെയും കൂടിയാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് പറയും. അതെന്തിനാണ് സുധീഷിനെ അവർ തട്ടിക്കൊണ്ട് പോയത്? അതെന്തിനാണെന്ന് ഞാൻ പറയാമെന്ന് പറയും. ഉടനെ രാജീവൻ നല്ല ടെൻഷനാവും. ഇവൻ എന്തൊക്കെയാണ് കള്ളക്കഥകൾ പറയുമോ നിധി എന്ന് പറയും. കള്ളക്കഥയാണോ സത്യമാണോ എന്ന് ഞാൻ പറയാമെന്ന് പറയും. നിങ്ങൾക്ക് പണവും അടങ്ങിയ ബാഗും കാണണ്ടേ എന്ന് പറയും. അപ്പോഴത്തേക്ക് അരുണിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് രാജീവൻ പറയും, എടാ എങ്ങനെയെങ്കിലും ഞാൻ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. നീ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് അവരുടെ അടുത്ത് ബാഗൊക്കെ ചോദിക്കാൻ പോയത്? അച്ഛാ ഞാൻ വേണ്ട, ഇനിയൊന്നും പറയണ്ട, ഇനിയൊന്നും നീ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അരുണിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് പുറത്തോട്ടിറങ്ങുകയാണ്. ആ സമയത്ത് നിധിയും പുറത്തോട്ടിറങ്ങും. ആ സമയത്താണ് സുഭാഷിനെയും നികേഷിനെയും കാണുന്നത്. സുഭാഷ് ഏട്ടാ നിങ്ങളെന്താ ഇവിടെ, നിങ്ങൾ എപ്പോഴിവിടെ വന്ന എന്നൊക്കെ ചോദിക്കും. അതോ, എന്നെ അവർ തട്ടിക്കൊണ്ടുപോയ കാര്യം മാത്രമല്ലേ നിധിയോട് ഞാൻ പറഞ്ഞോളൂ. അതിനുശേഷം തട്ടിക്കൊണ്ട് പോകാൻ മാത്രമല്ല അവർ ചെയ്തത്, അവരെന്നെ കൊല്ലാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. കൊല്ലാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ചേട്ടന്മാർ എന്നെ അന്വേഷിച്ച് വരികയായിരുന്നു. ആ സമയത്ത് അവരുടെ ബൈക്കും ഇവരുടെ വണ്ടിയായിട്ട് കൂട്ടിമുട്ടിയ സമയത്ത് ഞാൻ ഡോറ് തുറന്ന് പുറത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നികേഷ് എന്നെ കണ്ടു. അങ്ങനെ ഹരീഷും സുഭാഷനും ചേർന്ന് ഫോളോ ചെയ്താണ് ഈ ഗുണ്ടയെ പിടിച്ചതെന്ന് പറയും. ഉടനെ പെട്ടെന്നാണ് ആ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടയും പിടിച്ചുകൊണ്ട് ഹരീഷ് അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോഴത്തേക്ക് രാജീവിൻ്റെ അരുണിൻ്റെ ഫ്യൂസ് പോകുന്നതൊക്കെ നിൽക്കുക. കാരണം ഇനി സത്യങ്ങളെല്ലാം അവർ വിളിച്ച് പറയും. സത്യം പറയണ്ട, ആര് പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് പറയും. ഉടനെ പറയും, ഇവനാണോ സുധീഷിൻ്റെ ബാഗ് തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ ഗുണ്ടയെ എടുത്തിട്ട് അങ്ങ് അടിക്കും നിധിയുടെ മുമ്പ് വെച്ച്. നിധിയെ വിശ്വസിപ്പിക്കണമല്ലോ. ഉടനെ പറയും, വേണ്ട സാറേ അവനെ തല്ലണ്ട എന്ന് സുഭാഷ് പറയും. അല്ല, അവനല്ലേ പണം തട്ടിക്കൊണ്ട് പോയത്. ഉടനെ സത്യം പറയണ്ട, ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിക്കും.
ഉടനെ പറയും അത് ഈ രാജീവ് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. ഉടനെ നിധി പറയും അച്ഛൻ പറഞ്ഞിട്ടോ? അതെ, നിധിക്ക് എന്തറിയാം നിധിയുടെ അച്ഛനെക്കുറിച്ച്? നിധിയുടെ അച്ഛനും ചേട്ടനും കൂടി പ്ലാൻ ചെയ്ത ഇതെല്ലാം ചെയ്തത്. അവർ ക്രിയേറ്റ് ചെയ്തൊരു ഡ്രാമയായിരുന്നു ഈ തട്ടിക്കൊണ്ട് പോകലും എന്നെ പൂട്ടിയിട്ടതുമല്ല. ഇപ്പം രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരു എല്ലാം ഒപ്പിച്ച് വെച്ചതിന് ശേഷം അവർ സ്വന്തമായിട്ട് അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുമെന്ന് പറയും. സുധീഷ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതേ നിധി, ഞാൻ പറഞ്ഞില്ലായിരുന്നു നിധിയുടെ അച്ഛൻ എൻ്റെ വണ്ടിയിൽ കയറിയെന്ന്? അതെ, വണ്ടിയിൽ കയറിയ സമയത്ത് നിധിയുടെ അച്ഛനും ഞാനും തമ്മിൽ സംസാരിച്ചായിരുന്നു. ആ സമയം നിധിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, 7 ദിവസത്തിനുള്ളിൽ നിധിയെയും എന്നെയും തമ്മിൽ പിരിക്കുമെന്ന് പറഞ്ഞാൽ നിധിയുടെ അച്ഛൻ വീട്ടിൽ വന്നതെന്ന് പറയും. അതിനുശേഷം വീട്ടിൽ വന്ന് സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നായിരുന്നല്ലോ. അതിനുശേഷം നിധിയോട് ഒരു രീതിയിലും എന്നോട് മറ്റൊരു രീതിയിലായിരുന്നു ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത്. ഫുഡ് കഴിക്കുന്ന സമയത്തും ആ വേർതിരിവ് കാണിച്ചതാണ്. നിധിക്കറിയാമല്ലോ, നിധി ഒരു തവണ ഹോളിലോട്ട് വന്നപ്പം എന്നെ അവർ താഴെയിലിരുത്തിയത്. സംസാരിച്ചപ്പോൾ സെറ്റിൽ പോലും ഇരുത്താൻ അവരെന്നെ സമ്മതിച്ചില്ല. നീ താഴെ ഇരുന്നാൽ മതിയെന്ന് പറയും. നിധി അത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞാൻ കോളേജിൽ അരങ്ങേറിയ നാടകത്തിൻ്റെ ഭാഗം കാണിക്കുവാണ്. അവരെന്നെ ഒരുപാട് രീതിയിൽ ഇവിടെ വന്നതിന് ശേഷം എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറയും. അതിനുശേഷമാണ് അവരിങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ പറയും. ഉടനെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിധിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരും. ഉടനെ രാജീവിൻ്റെ അടുത്തോട്ട് ചെല്ലും. അച്ഛൻ സത്യമാണേ കേട്ടതൊക്കെ? അച്ഛനാണോ സുധീഷിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തത്? മോളെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇത് വെറുതെ പറയുവാന്ന് പറയും. സുധീഷിൻ്റെ ചേട്ടന്മാർ വെറുതെ കള്ളം പറയാമെന്ന് പറയും. കള്ളമൊന്നുമല്ല സാറേ, സാറ് എൻ്റെ അനിയൻ്റെ അടുത്ത് വെല്ലുവിളിച്ചില്ലായിരുന്നു നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കുമെന്ന്. സാറിന് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ? എൻ്റെ അനിയന്മാരെ ഇങ്ങനെ രീതി ദ്രോഹിച്ച മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സുഭാഷിൻ്റെ ഈ ഒരു മുഖം ആയിരിക്കത്തില്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നിധിയുടെ അച്ഛനായിപ്പോയി. എൻ്റെ ജീവനെക്കാട്ടി വലുതായിട്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളെ കൊണ്ടു നടക്കുന്നത്. അവരുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണപ്പോൾ ഞാൻ സഹിക്കത്തില്ലെന്ന് പറയും. ഇനി മേലിൽ കള്ളസ്നേഹവും കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിങ്ങൾ കയറിപ്പോല്ലോ എന്ന് പറയും. ഉടനെ പറയും അച്ഛൻ എങ്ങനെ തോന്നുന്ന വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഒരു തവണ ഞാൻ ഈ സ്വന്തം വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ കീറിക്കളഞ്ഞു. അതിനുശേഷം അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരോടും നല്ല സ്നേഹമായിട്ട് പെരുമാറി. സുധീഷിനുള്ള സ്നേഹവും എന്നോട് ഇഷ്ടവും കൊണ്ടാണ് വീട്ടിലോട്ട് വിളിക്കുന്നതെന്ന് കരുതി. അതിനുശേഷം അച്ഛൻ സുധീഷിനോട് ഇങ്ങനെയാണ് പെരുമാറിയിരുന്നത്. ഇതൊന്നും ഞാൻ അറിഞ്ഞതുപോലുമില്ല. അതിനുശേഷം അച്ഛൻ സുധീഷിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് അരുണേട്ടനും ഇതൊക്കെ അറിയാമായിരുന്നു ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ അരുണും ഒന്നും മിണ്ടത്തില്ല. സാന്ദ്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതൊന്നും സാന്ദ്ര അറിഞ്ഞ കാര്യമല്ലല്ലോ, ഹേമയ്ക്കും അറിയാം. പക്ഷേ സാന്ദ്രയുടെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇനി മേലെ ഞാൻ ഈ വീട്ടിലോട്ട് വരത്തില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയും. മോളെ, ഇതൊക്കെ കള്ളം പറയും, ഇവർ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുക. ഞാൻ അങ്ങൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, വേണ്ട, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. അച്ഛൻ ഏർപ്പാട് ചെയ്ത ഗുണ്ട തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ, അയാളുടെ വായിൽ നിന്നില്ലേ ഈ സത്യങ്ങളല്ല അയാൾ പറഞ്ഞതെന്ന് പറയും. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നിധി അകത്ത് കയറി ബാഗെല്ലാം എടുത്തുകൊണ്ട് പറയും, സുഭാഷ് ചേട്ടാ ബാ നമുക്ക് പോകാമെന്ന് പറയും. ഉടനെ പറയും ശരി സാറേ, ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ചേർന്ന് ഇറങ്ങുകയാണ്. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് പറയും ബാ സുധീഷ് നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ സുധീഷ് ഇറങ്ങുന്ന സമയത്ത് അകത്തോട്ട് കയറിയിട്ട് പറയും ദാ ഇപ്പം വരാം നിധി എന്ന് പറയും. അങ്ങനെ അകത്തോട്ട് ചെന്നിട്ട് സുധീഷിന് നല്ല ദേഷ്യമുണ്ട് അരുണിനോട്. അരുണിനെ തല്ലി, അരുണിൻ്റെ ഗുണ്ടകൾ തല്ലി. ചോദിക്കും അകത്തോട്ട് കയറി വന്നിട്ട് അരുണിൻ്റെ കരണത്തിട്ട് 3-4 അടി അങ്ങ് കൊടുക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് രാജീവ് തടയാണ്, ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്നുണ്ട്. ഉടനെ പറയും നിങ്ങൾ നിധിയുടെ അച്ഛനായിപ്പോയി, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, പ്രായത്തെങ്കിലും ഞാൻ ബഹുമാനിക്കണം, അതും കൂടി ചേർത്ത് ഞാൻ മോന് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് അരുണങ്ങ് നല്ല ദേഷ്യം വരും. കൂടുതൽ ദേഷ്യമൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പുറത്തോട്ടിറങ്ങുകയാണ്. പിന്നെ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ എടുത്ത കാറാണല്ലോ ഇത് ഞാനും കൊണ്ടുപോവുക. എന്തായാലും ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണമല്ലോ. അതിനുശേഷം ഡ്രൈവറെയോ നിങ്ങൾ വരികയോ ആര് വന്നാലും തന്നെ വന്ന് കാർ എടുത്തുകൊണ്ട് പോവാം. ഇപ്പം ഞാൻ ഈ കാറും കൊണ്ട് പോകുമെന്ന് പറയും. ഉടനെ നിധിക്ക് അങ്ങ് നല്ല സങ്കടമുണ്ട്. നിധി സുഭാഷിൻ്റെ അടുത്ത് കൈയൊക്കെ തൊഴുത്ത് അങ്ങ് കാര്യം, സുഭാഷ് ചേട്ടാ ഞാനിതൊന്നും അറിഞ്ഞില്ല, സുഭാഷ് ചേട്ടാ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. മോളെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊന്നും നീ അറിഞ്ഞ് ചെയ്തതല്ലല്ലോ. നിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. വീട്ടിൽ വന്ന് സ്നേഹപൂർവ്വം ആഹാരം കഴിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഞാൻ കരുതിയത് 1-2 ദിവസം നിങ്ങളിവിടെ സന്തോഷത്തോടെ നിന്നതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരുമെന്ന്. പക്ഷേ എൻ്റെ അനിയനെ കൊല്ലാൻ വേണ്ടിയുള്ള പകയൊന്നും മോളുടെ അച്ഛനുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹരീഷ് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങളിപ്പോൾ സത്യം അറിഞ്ഞത്, അല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിലോ ഞങ്ങൾക്കിതെങ്ങാണോ അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്നോട് ക്ഷമിക്കും സുഭാഷ് ചേട്ടാ, സാരമില്ല മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് നിധിയെ. അതിനുശേഷം നീ എവിടെ പോയി? ഞാൻ ഈ കാർ എടുക്കാൻ പോയത്. കാറോ? എന്തിനാ സുധീഷേ കാറ്? നമുക്ക് തിരിച്ചു പോകണ്ട, ഇതിപ്പോൾ നമ്മൾ 4 പേരില്ലേ, നമ്മളിപ്പോൾ 5 പേരുണ്ട്, കൂടി 2 വണ്ടിയില്ലേ, നമുക്ക് കാറിൽ പോകാം. അതേ ശരി, അത്രയും ലോങ് റൂട്ടില്ലേ, അപ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ എടാ, അത് വീട്ടിൽ വന്ന് അവരുടെ ഡ്രൈവർ വന്ന് എടുത്തോളൂ എന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും നിധിയും കൂട്ടിക്കൊണ്ട് നേരെ കിളിക്കൂട്ടിലോട്ട് വരികയാണ്. ഈ സമയത്ത് ഭാസ്കരൻ ഇങ്ങനെ പുറത്ത് ബീഡിയൊക്കെ വലിച്ച് കഴിഞ്ഞ് ഇരിപ്പുണ്ട്. ഭാസ്കരൻ ഇവരെ കാണും. ഭാസ്കരനെല്ലാം മനസ്സിലായി നിധിയുടെ അച്ഛനാണ് ഇതിൻ്റെ എല്ലാം പ്ലാൻ ചെയ്തതെന്നും നിധിയുടെ അച്ഛൻ വന്നപ്പോൾ തന്നെ ഒരു ചതി മണക്കുന്നുണ്ടായിരുന്നു ഭാസ്കരന്.
ഭാസ്കരനെ ചോദിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും നിധിയെ കണ്ടതും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാതെ ഒന്നും ചോദിച്ചതൊന്നുമില്ല. അപ്പോഴത്തേക്ക് നികേഷ് കണ്ടില്ല, ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് എന്താ നടന്നതെന്ന് പോലും ചോദിച്ചിട്ടില്ലെന്ന് പറയും. സുഭാഷ് പറയും, കളയടാ, അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി നേരെ കിളിക്കൂട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അതിനുശേഷം രാജീവ് അരുണും കൂടി ചേർന്ന് എല്ലാ ചതിയും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ഇനി എങ്ങനെയാണ് നിധിയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാമെന്നുള്ള പുതിയ എന്തെങ്കിലും ഐഡിയകളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.